ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 8 പാനൽസ് വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ട്. എന്നാൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ വയർ കാണാൻ പാടില്ല, കുറച്ച് ഈ ടമ്മിയൊക്കെ ഒന്ന് ഹൈഡായി നല്ല ഷേപ്പിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പോരാത്തതിന് നമ്മൾ ഡാർക്ക് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ പാനൽസും ഉള്ളതുകൊണ്ട് നല്ല ഷേപ്പിന് തന്നെ കിടന്നോളും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കട്ടിങ് ആണ് കേട്ടോ ഇന്ന്. ഈ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് ഞാൻ വെൽവെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2.25 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈസ് കൂടുന്നതനുസരിച്ച് അതുപോലെ തന്നെ ലെങ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോക്കായിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല അനാർക്കലി സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല ലെങ്ത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അനാർക്കലി സ്റ്റൈലിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ലെങ്ത്ത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തുണീനെ ഇപ്പം നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള തുണീനെ നീളത്തിൽ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഇതുപോലെ ഒന്ന് നീളത്തിൽ ഹാഫായിട്ട് മടക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു തുണീനെ വീതിക്ക് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതേ വീതിക്ക് ഒന്നും കൂടി ഇതിനെ ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തുണീനെ നമ്മൾ 4 ആയിട്ട് മടക്കി കൊടുത്തു. ഇപ്പൊ നമ്മൾ തുണീനെ 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. എൻ്റെ ഈ ഒരു സൈഡിലുള്ള. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് 2 പീസായിട്ട് ഇതുപോലെ മടക്കാണ് കേട്ടോ. 2 പീസായിട്ട് മടക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അപ്പൊ ഇതുപോലെ തുണീനെ 4 ആയിട്ട് മടക്കിയിടുക. ഇനി ഇതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഫുൾ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ഞാനിവിടെ ഫുൾ ലെങ്ത് 45 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. പ്ലസ് അതിൻ്റെ കൂടെ 2-1.5 ഇഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിചാരിച്ച ഇറക്കം കിട്ടില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തേരെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 45 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് പാനലിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ബോഡിയിൽ നിന്ന് ബസ്റ്റിന്റെ മെഷർമെന്റ് അളന്നെടുത്തിട്ടുണ്ട്. ബസ്റ്റിന്റെ മെഷർമെന്റ് 35.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 37.5 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നമ്മൾ 8 പാനൽ അനാർക്കലിയാണ് ചെയ്യണേ. അപ്പോൾ 37.5നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 4.68 ആണ്. ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ എനിക്ക് കിട്ടിയ 5.68 ആണ്. ആ ഒരു 5.68 ഞാൻ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ 5.6 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ നേരെ അടിയിലേക്ക് ഷേപ്പ് ലെങ്ത്തിന്റെ കൂടെ 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് 17 ഇഞ്ച് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഈ 17 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റില് നമ്മൾ മുകൾ ഭാഗത്ത് കൊടുത്ത സെയിം മെഷർമെന്റ് തന്നെ അടിയിലും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ 5.6 ആണ് മുകളിൽ മാർക്ക് ചെയ്തേ. ആ സെയിം മെഷർമെന്റ് തന്നെ ഞാൻ ഇവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ അങ്ങ് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നേരെ അടിവശത്തേക്ക് നോക്കാം. നമ്മൾ 4 ആയിട്ട് തുണി മടക്കിയിട്ടില്ലേ. അപ്പൊ ഈ ഒരു അടിവശത്തെ വീതി പറയുന്നത് 21.5 ഇഞ്ചാണ്. ഈ 21.5 ഇഞ്ചിന്റെ കറക്റ്റ് പകുതി കണ്ട് ഞാൻ മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടേപ്പിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പൊ അതേ കറക്റ്റ് ഹാഫ് ഇവിടെയാണ് വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. അതായത് ഈ ഒരു അടിവിസ്താരത്തിന്റെ കറക്റ്റ് പകുതി കണ്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മുകളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ലേ,
ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പൊ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മടക്കാണ്. അപ്പൊ നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശവും മടക്കാണ്, അതങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മുകൾ വശം മടക്കായിരുന്നു, അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ 4 എണ്ണം നമുക്ക് കിട്ടിട്ടോ. 1 2 3 4. ഇപ്പൊ നമ്മൾ 4 പാനൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി 4 പാനലും കൂടി കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത 4 പാനലിൽ 2 എണ്ണം നമ്മൾ ഫ്രണ്ടിലേക്കും 2 പീസ് നമ്മൾ ബാക്കിലേക്കും എടുക്കും കേട്ടോ. ഇനി അടുത്ത സെറ്റ് പാനൽസ് നമുക്ക് കട്ട് ചെയ്യാം. വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് സൈഡിൽ ഇതുപോലെ ഒരു കര വരുന്നുണ്ട്. അപ്പൊ അതങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അരികുവശത്തെ ആ ഒരു കര ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെറ്റ് പാനൽസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, അടിവശത്ത് വീതി കുറവാണ്, ഈ ഒരു മുകൾ ഭാഗത്ത് നല്ല വീതിയുണ്ട്. ഇനിയിപ്പോ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു സൈഡ് ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കണേ, പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് സ്ട്രെയിറ്റ് ആണ്. ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം ഞാൻ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അതിനായിട്ട് ഈ ഒരു അടിവശം ഇതുപോലെ എടുത്തു. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം എൻ്റെ നേരെ ഇട്ടു. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സൈഡിലേക്ക് വന്നു, വീതി കൂടിയ ഭാഗം അടിയിലേക്കും വന്നു, വീതി കുറഞ്ഞത് മുകൾ ഭാഗത്തേക്ക് വന്നു, ഷേപ്പ് ആയിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്കും വന്നു കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് പാനൽ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഈ ഒരു പാനലിന്റെ സ്ട്രെയിറ്റ് വരുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റ് ആയിട്ട് ആദ്യത്തെ സെറ്റ് പാനല് രണ്ടാമത്തെ സെറ്റ് പാനലിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ സെറ്റ് പാനല്. ചോക്കും കൊണ്ടുള്ള മാർക്കിംഗ് കണ്ടാൽ മനസ്സിലാവും. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് രണ്ടാമത്തെ സെറ്റ് പാനലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിലായിട്ടും ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മളിവിടെ ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു 17 ഇഞ്ചിലും ഞാൻ എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാനലിനേക്കാൾ എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ പുതിയ സെറ്റ് പാനലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റും ആ ഒരു കോർണറും അങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചേക്കടെ തന്നെ ഇതങ്ങ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ അടുത്ത 4 സെറ്റ് പാനൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പാനല്. ഇതിൽ 2 പാനല് ഫ്രണ്ടിലേക്കും 2 പാനല് ബാക്കിലേക്കും ആണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു വീതി കൂടിയ ഭാഗം 2 എൻഡിലേക്ക് സൈഡിലേക്കായിട്ടാണ് കൊടുക്കുന്നത്. മിഡിലില് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പാനലും കൊടുക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു അടിവശത്ത് മടക്കാണ് വരുന്നത്. അതങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പൊ ദേ 2 പാനലായിട്ടുണ്ട്. 1 2. ഇനി അടുത്ത പാനലും കൂടി കട്ട് ചെയ്യാം. ഇപ്പൊ ദേ ടോട്ടല് 8 പാനല് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ആ ഒരു സൈഡിൽ ബാക്കി വന്ന തുണിയാണ് കേട്ടോ ഞാൻ എടുക്കണേ. അപ്പോൾ ഇതുപോലെ 2 പീസ് ക്ലോത്ത് ഉണ്ട്. സെയിം അളവിലുള്ള 2 പീസ് ക്ലോത്ത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നീളത്തിൽ ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. 2 പീസ് ക്ലോത്തിനെ നീളത്തിൽ ഞാനൊന്ന് ഹാഫായിട്ട് മടക്കുകയാണ്. ഇനി ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ അടിയിലേക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. 9.5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നേരെ അടിയിലേക്ക് 9.5 ഇഞ്ച് എടുത്തിരിക്കണേ. ആ ഒരു 9.5 ഇഞ്ച് ഞാൻ സ്ട്രെയിറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ 9.5 ഇഞ്ചിനെ ഞാൻ സ്ട്രെയിറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനിൽ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി മുകളിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു സ്ലീവിന്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സ്ലീവ് ഓപ്പണിന്റെ അവിടുത്തെ വണ്ണം തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് എവിടെയാണ് 8 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ പോയിന്റും ആ പോയിന്റും കണക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി ഭംഗിയായിട്ട് ഈ വരച്ചേക്കടെ തന്നെ ആ സ്ലീവ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതോട് കൂടിയിട്ട് ഇതിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.